ഹലോ, ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ഓണപ്പരിപാടിയാണ്. അപ്പം ഞാനും അമ്മയും അനിയത്തിയും കൂടെ പോവാണ്. ഇവിടെ 2 ക്ലബ്ബുണ്ട്. അപ്പോൾ 2 ക്ലബിൻ്റെ പരിപാടിയും 2 സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അമ്മ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വന്നു. പിന്നെയാണ് ഞങ്ങൾ 2 പേരും പിന്നെ അമ്മയും കൂടിയും പോകുന്നത് ദൃശ്യ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ക്ലബിലേക്ക്. ഞങ്ങൾ അങ്ങോട്ട് പരിപാടി സ്ഥലത്ത് എത്തുമ്പോഴാണ് നാമീനെ കണ്ടത്. ഓളും അമ്മമ്മയും കൂടെ നടന്ന് വരുന്നുണ്ട്. അവിടെ എത്തിയപ്പം കുട്ടികളുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാലിൽ ഇങ്ങനെ ഗ്ലാസ് കെട്ടിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് അപ്പുറത്തൊരു കുഞ്ഞി ബക്കറ്റ് ഉണ്ട്, അതിൽ വെള്ളം കൊണ്ടുപോയി ഒഴിക്കണം. അപ്പോൾ കൂടുതൽ വെള്ളമാവുന്നത് ആരതാണോ അവരാണ് ജയിക്കുക. അപ്പം ആ പരിപാടിയാണ് ഞങ്ങൾ ആ സമയത്ത് എത്തുമ്പോൾ ഉണ്ടായിരുന്നത്. മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണികളുടെ അകമൊഴിഞ്ഞ സഹകരണവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചിട്ടുണ്ട്. കാണികളുടെ അകമൊഴിഞ്ഞ സഹകരണവും പ്രോത്സാഹനവും കുട്ടികളുടെ ഈ പരിപാടിക്ക് ഉണ്ടാവണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. കൈയടിച്ചുകൊണ്ട് കുട്ടികളുടെ പരിപാടിയെ പ്രോത്സാഹിക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾ ഏകദേശം 1 മണി ആയിട്ടുണ്ട് എത്തിയപ്പം. അപ്പോഴും കുട്ടികളുടെ പരിപാടി കഴിഞ്ഞില്ല. രാവിലെ വേറെ എന്തൊക്കെയോ പരിപാടി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, അംഗൻവാടി കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കുറച്ച് ലേറ്റായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. 20 രൂപ സമ്മാനം. വായനശാല ഓണാഘോഷത്തോടനുബന്ധിച്ച് സമ്മാന കൂപ്പൺ ഇറക്കിയിട്ടുണ്ട്. സമ്മാന കൂപ്പൺ കൗണ്ടർ പോയിന്റിൽ ലഭ്യമാണ്. 1ാം സമ്മാനം BLDC ഫാൻ, 2ാം സമ്മാനം അയോൺ ബോക്സ്. ഇത് ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നൂലിങ്ങനെ ജസ്റ്റ് വലിക്കുക, പെട്ടെന്ന് ആരതാണോ കംപ്ലീറ്റ് ആവുന്നത് അവർക്ക് ആയിരിക്കും ഫസ്റ്റ്. അതിൽ ഫസ്റ്റത്തെ റൗണ്ടിൽ അമ്മയ്ക്കാണ് കിട്ടിയത്. പിന്നെ ഫൈനലിൽ എത്തിയപ്പോൾ വേറൊരു ചേച്ചിക്കാണ് കിട്ടിയത്. യുക്തിക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോരോ രീതിക്ക് വലിച്ചു തീർക്കാൻ പറ്റാവുന്നതാണ്. ഓണത്തിന് കൈക്കുട്ടിക്കളി അവർ പഠിച്ചിരുന്നു, ചേച്ചിമാരെല്ലാവരും കൂടെ. അങ്ങനെ പിന്നെ അതും കൂടെ അതിൻ്റെ ഇടയിൽ നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നവരസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി. അത് ഫേസിൽ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ട് അതിങ്ങനെ നമ്മൾ കഴിക്കുന്നത്. അത് അടിപൊളിയായിരുന്നു. അടുത്തൊരു ഗെയിം ഉണ്ടായിരുന്നു. ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കണ്ണ് കെട്ടിയിട്ട് അതിനിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത്. അത് 2-3 പേരൊറ്റേ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് നടന്നത്. പിന്നെ ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ആരോസ് ഇങ്ങനെ നമ്മൾ എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വടംവലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയൊക്കെ അതിൽ പങ്കെടുത്ത് അതിൽ ഞങ്ങളുടെ ടീമിനാണ് ഫസ്റ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ സമ്മേളനം ഉണ്ടായി. പിന്നെ ഒരു മെൻ്റലിസത്തിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമുക്ക് സമ്മാനദാനം ഒക്കെ ഉണ്ടായിരുന്നത്. മത്സരം ഒന്നിച്ച് കേൾക്കാമെന്നുള്ളത് തന്നെയാണ്. അതിന്റെയും 1ാം സ്ഥാനം ആണ്. 2ാം സ്ഥാനം എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ബൗളാണ്, 6 സെറ്റ് ഉള്ളത്. പിന്നെ നമ്മുടെ ടീമിന് ഒരു ക്യാഷ് പ്രൈസും കൂടെ കിട്ടി.